ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു കഥയായിക്കോട്ടെ അല്ലേ. കഥ പറയുന്നത് റീന ചന്ദ്രൻ. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കഥയാണോ എന്നറിയില്ല, എങ്കിലും കേട്ടു നോക്കൂ. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂരെത്താൻ ഇനി അധിക സമയമില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ട്രെയിനിൽ കയറിയതാണ് ഉണ്ണി. ഷൊർണൂർ ഇറങ്ങിയിട്ട് അങ്ങാടിപ്പുറത്തേക്കുള്ള ട്രെയിൻ പിടിക്കണം. വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് അച്ഛൻ്റെ ആണ്ടാണ്. അച്ഛൻ്റെ ആണ്ടിന് ഒരിക്കലെടുത്ത് വേണം, നാളെയാണ് ചെയ്യേണ്ടത് കർമ്മങ്ങൾ. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പോകണം. അവിടെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അമ്മയെ കുട്ടി പോകേണ്ടതാണ്. ട്രെയിനിൽ ബർത്തിൽ നിന്ന് നീച്ച് സ്റ്റേഷനിൽ ഷൊർണൂരെത്താൻ ഇനി അധിക താമസമില്ല. വാച്ചിലേക്കൊന്ന് നോക്കി. ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ ദൂരം. ട്രെയിനിൽ നിന്നും എഴുന്നേറ്റ് ബെഡ്ഷീറ്റും ഒക്കെ മടക്കി ബാഗിൽ വയ്ക്കുന്ന ഉണ്ണി പിന്നെ വെറുതെ സൈഡ് സീറ്റ് ഒഴിവുണ്ടായിരുന്നു, അവിടെ വന്നിരുന്നു. ഇനി കുറച്ച് സമയം കൂടെ, അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് എത്താം. അമ്മയെ കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു. ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അമ്മയെ കൊണ്ടുപോകാൻ തരമില്ല. അമ്മയ്ക്ക് തറവാട് വീട് വിട്ട് വരാൻ തീരെ താല്പര്യമില്ലാത്തതാണ് കാരണം. അമ്മ തനിച്ചാണ് വീട്ടിൽ. അച്ഛൻ പോയതോടുകൂടി അമ്മ തനിച്ചായി. കുറേ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് ഈ കാലത്തൊക്കെ. മാത്രമല്ല, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് അമ്മയെ നോക്കിയില്ലെങ്കിലോ, അതും ടെൻഷനല്ലേ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അമ്മ പറയുന്നത് വേഗം ഒരു കല്യാണത്തിനെ പറ്റിയാണ്. പ്രായം ഇരട്ടിച്ചു എന്നാണ് അത്ര. ഇപ്പോൾ 32 വയസ്സ് 33 വയസ്സ് ഇരട്ടിയായോ? വെറുതെ ആലോചിച്ച് ചിരി വന്നു അമ്മയുടെ ഓരോ കാര്യങ്ങൾ. ഒരു കുലുക്കത്തോടെ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. ഉണ്ണി പെട്ടെന്ന് ബാഗും ഒക്കെയായി ഇറങ്ങി സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ഇനി അങ്ങാടിപ്പുറത്തേക്കുള്ള ട്രെയിൻ പിടിക്കണം. കുറച്ച് നേരം നോക്കി നിന്നു. ട്രെയിൻ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. അതിൽ കയറിയിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞിട്ട് വേണം വല്ലതും കഴിക്കാൻ. ഒരിക്കലാണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവൂ എന്നുള്ളത്. അത് കാരണം ഇന്നലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് ട്രെയിനിൽ കയറി കിടന്നതാണ്. 8 മണിക്ക് യശ്വന്തപുരത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ്, കണ്ണൂരിലേക്കുള്ളതാണ്. എനിക്ക് പോകേണ്ടത് അങ്ങാടിപ്പുറത്താണ്. തിരുമാതാംകുന്ന് ക്ഷേത്രം കേട്ടിട്ടില്ലേ? പ്രശസ്തമായ ക്ഷേത്രം. അവിടെയാണ് എൻ്റെ നാട്. അവിടെ പോകേണ്ടതാണ്. ഞാൻ കുറച്ച് നേരം ട്രെയിനിൽ കയറിയിരുന്നു. 7:15 എടുക്കുന്ന ട്രെയിനാണ്. അപ്പോൾ സൈഡ് സീറ്റിനെ കിട്ടി. പുറത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നു. പണ്ടും അതാണ് എനിക്കിഷ്ടം. അമ്മയുടെ വീട്ടിൽ നിലമ്പൂർ, അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയം ട്രെയിനിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പുറത്ത് നോക്കിയിരിക്കുന്നതും വളരെ നല്ല ഭംഗിയുള്ള കാര്യമാണ്. ഇപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിലൊക്കെ ആകെ മാറിയിരിക്കുന്നു. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ ആലിൻ്റെ വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന, വേരുകൾ തൂങ്ങിക്കിടക്കുന്ന ആ വേരിൽ ഊഞ്ഞാലാടാൻ വലിയ രസമായിരുന്നു. ഇപ്പോൾ കാലം മാറി, ആളുകളും. ഉണ്ണി നോക്കുമ്പോഴേക്കും ട്രെയിൻ വിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഷൊർണൂർ വിട്ട് പതുക്കെ ട്രെയിൻ ചലിച്ചു തുടങ്ങി. പുറത്ത് ഭംഗികൾ നോക്കിയിരുന്നു. എത്ര കാലം ഇനി ഈ ഭംഗികളൊക്കെ ആസ്വദിക്കാൻ പറ്റും? പതുക്കെ പതുക്കെ ഭൂമിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു വരുന്നത് പോലെ തോന്നി അയാൾക്ക്. പിന്നെ കുറച്ച് നേരം അയാൾ അമ്മയെക്കുറിച്ച് ആലോചിച്ചു. അച്ഛൻ പോയതോടുകൂടി അമ്മ തനിച്ചായി. അമ്മയ്ക്ക് കൂടെ വരാം ബാംഗ്ലൂർക്ക്, പക്ഷേ അമ്മയ്ക്ക് തറവാട് വീട് വിട്ട് വരാൻ തീരെ താല്പര്യമല്ല. അമ്മയും അതാണ് ലോകം. പിന്നെ അമ്മയുടെ പശുക്കിടാങ്ങളും അമ്മയെ സഹായിക്കാൻ വരുന്നവരും, അവരെയൊന്നും വിട്ടിട്ട് അമ്മ എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വരില്ല. അതൊന്നും ശരിയാവില്ല ഉണ്ണിയെ. നീ ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോരെ എന്നാണ് അമ്മയുടെ ഭാഷ്യം. ഒരു ചെറിയോടെ അയാൾ അമ്മയെ ഓർത്ത് ബർത്തിൽ വെറുതെ സീറ്റിൽ വെറുതെ ചാരിക്കിടന്നു. അമ്മ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഞാനുള്ള കാലം വരെ നീ ഇങ്ങനെ വരും. അത് കഴിഞ്ഞാലോ മോനെ, നിനക്കും വേണ്ടേ ഒരു കുടുംബം? നിൻ്റെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ ഉണ്ണി ചിരിയോടെ പറയും, അമ്മേ, കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കാമല്ലോ. എനിക്ക് നല്ലൊരു ജോലിയില്ലേ, നല്ല ശമ്പളമില്ലേ? പിന്നെന്താ? അതല്ല മോനെ, നമുക്ക് താഴെയോ മേലെയോ ഒരു കുട്ടി പോലും ഇല്ല. നീ മാത്രമാണ് അമ്മയ്ക്കൊരൊറ്റ മോൻ. നിൻ്റെ കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനുണ്ട്. വിവാഹം, കുട്ടികൾ, അതൊക്കെ ഒരു ബാധ്യതയാണ് അമ്മേ. ഇപ്പോൾ നിനക്കത് തോന്നും. നീ കണ്ടില്ലേ, ശേഖരമാമേ കല്യാണം കഴിച്ചില്ല. എന്നെ നോക്കാൻ നിന്നതാണ്. ഇപ്പോൾ എന്തായി? ആരും ഇല്ലാത്ത അവസ്ഥയായി.
ആര് പറഞ്ഞു ആരുമില്ല എന്ന്? ഞാനില്ലേ ശേഖരമാമയ്ക്ക്. ആ, നീയും ശേഖരമാമയെ പിന്തുടരുകയാണോ എന്ന് അമ്മയുടെ ഒരു ചോദ്യമുണ്ട്. ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞാലും അമ്മ അതൊക്കെ തന്നെയാവും പറയുക. ഉണ്ണി ചെറു ചിരിയോടെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ അങ്ങാടിപ്പുറത്തെത്താൻ. അയാൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഫോൺ എടുത്തു. അമ്മയെ വിളിക്കണോ? ചെല്ലുമെന്നറിയാം, എന്നാലും കാത്തിരിക്കുന്നുണ്ടാവും. വേണ്ട, കയറി ചെല്ലുമ്പോൾ കണ്ടാൽ മതി. അയാൾ കുറച്ചു നേരം കൂടി പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. നഗരക്കാഴ്ച കണ്ട് കണ്ട് മടുത്തു. ഇനി നാട്ടിൻപുറം കാഴ്ചകളാകട്ടെ. രസമുള്ള കാഴ്ചകൾ. ചിലയിടത്ത് മയിലുകൾ നടക്കുന്നുണ്ട് പാടത്തു കൂടെ, പിന്നെ കന്നുകാലികൾ എല്ലാം ഉണ്ട്. ആകെ രസമയം. കൃഷിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വേനൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. എന്തായാലും നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. എവിടെ പോയാലും അവനവൻ്റെ നാട്ടിലെത്തുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്, അത് വേറെ തന്നെ. കാത്തിരിക്കാൻ ഉള്ളിടത്തോളം കാലം എല്ലാം രസം തന്നെയാണ്. അമ്മയുടെ കാലം കഴിഞ്ഞാലോ എന്തോ അയാൾക്കത് കൂടുതൽ ചിന്തിക്കാൻ താല്പര്യമില്ലാണ്ടായി. അമ്മയാണ് തനിക്കെല്ലാം. കുഞ്ഞുനാൾ മുതൽ അമ്മയാണ് എല്ലാം. അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ അമ്മയാണ്. കൂടെ പോകുന്ന അമ്മ കൈപിടിച്ച് കൊണ്ട് നടത്തും. അമ്മയോട് 100,000 സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അമ്മേ, ഈ തവളകൾ എന്തിനാ ഈ പാടത്ത് നിന്ന് കരയുന്നത്? അമ്മേ, ഈ നെല്ലിങ്ങനെ കതിരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തു ചെയ്യും? അമ്മേ ഇത്, അമ്മേ അത്. എല്ലാത്തിനും അമ്മയ്ക്ക് കൃത്യമായ ഉത്തരങ്ങളുമുണ്ട്. എല്ലാം ആലോചിച്ച് ഉണ്ണി ഒരു ചെറു ചിരിയോടെ ഇരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ ചെറുകര കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അങ്ങാടിപ്പുറമാണ്. അയാൾ ഇറങ്ങാനായി റെഡിയായി കഴിഞ്ഞു. ഇനി 8-10 മിനിറ്റ് മാത്രം അങ്ങാടിപ്പുറത്തെത്താൻ. സന്തോഷം കൊണ്ട് അയാളുടെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടി തുള്ളിക്കളിച്ചു. ബാഗൊക്കെ എടുത്ത് ഫുട്പാത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണി. അയാൾ ഇറങ്ങി. ആരെങ്കിലും വരുമോ? വരില്ല. ആരും വരാനില്ലല്ലോ. വീട്ടിലേക്കൊരു ഓട്ടോ വിളിച്ച് പോകാം. ബാഗും എടുത്ത് അയാൾ പതുക്കെ സ്റ്റേഷനിലെത്തി നിന്ന വണ്ടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി. എന്നിട്ടൊരു ഓട്ടോ വിളിച്ചു. എറന്തോട്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ, എറന്തോട് എവിടെയാണ്? അപ്പോൾ പുതിയ ഓട്ടോറിക്ഷക്കാരനാണെന്ന് തോന്നുന്നു. അയാൾക്ക് ആളെ മനസ്സിലായിട്ടില്ല. എരുമത്തടം വീട്ടിലേക്കാണ്. ഓ, അറിയാം. ചന്ദ്രേട്ടൻ്റെ അതെ മോനാണ്. ഇപ്പോൾ മനസ്സിലായി, അറിയും. ഞാൻ കണ്ടിട്ടില്ല എവിടെ. ഇല്ല, എനിക്കറിയാം, നിങ്ങളെയൊക്കെ അറിയാം. ഓ ശരി, ചിരിച്ചു. ഓട്ടോയിൽ കയറി. ഓട്ടോ ചാടി പോകുന്ന ഒരു ചെറു ചിരിയോടെ ആലോചിച്ചു. ബാംഗ്ലൂരിലെ സിറ്റിയിൽ കൂടെ പോയി കഴിഞ്ഞ് ഇവിടെ വന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാം അതിശയം തന്നെയാണ്. റോഡും ഒക്കെ മോശമാണ്. എങ്കിലും അയാൾ എല്ലാം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. വീടിൻ്റെ മുന്നിൽ എറന്തോടെത്തിയയാൾക്ക് ഓട്ടോക്കാരന് കാശ് കൊടുത്ത് ബാഗ് എടുത്തിറങ്ങുമ്പോൾ മുന്നിൽ അമ്മ ഉണ്ട്. റോട്ടിലിറങ്ങി വേഗം വീട്ടിലേക്ക് നടന്നു. അമ്മ കാത്തിരിക്കുകയായിരുന്നു. ഉണ്ണി വാ, പോയി പെട്ടെന്ന് കുളിച്ച് വന്നോളൂ, ഒരിക്കലല്ലേ, എന്നിട്ട് മതി ജലപാനം. അമ്മയുടെ വക. അമ്മേ, ക്ഷീണമുണ്ട്, ആയിക്കോട്ടെ, പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ബാഗ് അവിടെ വെച്ച് മുറ്റത്ത് തന്നെയുള്ള ബാത്റൂമിലേക്ക് ഓടി. പുറത്താണ് കുളിമുറിയും ഒക്കെ. പകൽ അവിടെ പോകും. രാത്രിയിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ റൂമിൽ ഒരു ബാത്റൂം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു, പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുള്ള ബാത്റൂമിൽ കയറി ഇഷ്ടംപോലെ വെള്ളം. കിണറിലെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ധാരാളം വെള്ളം തലയിലൂടെ കോരി ഒഴിച്ചു. എന്തൊരു സുഖം. കുളത്തിൽ പോയി കുളിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ കുളത്തിലേക്കൊന്ന് പോവായിരുന്നു. ഇനിയിപ്പോൾ അതിനൊന്നും നേരമല്ല ഉണ്ണിയേ. വാ, പെട്ടെന്ന് വരൂ, ഭക്ഷണം കഴിക്കണ്ടേ. ഒരിക്കലാണ്. അതുകൊണ്ട് രാവിലെ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.